മഴ തോരും മുമ്പേയുടെ രണ്ടാമത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അലീനയാണെന്നുണ്ടെങ്കിൽ പ്രജിതാമ്മയുടെ രോഗവിവരം അറിഞ്ഞിട്ട് വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. പ്രജിതാമ്മ നഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോള് കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അവളെ കുറേ നേരമായല്ലോ കണ്ടിട്ട്. അത് അമ്മച്ചിയുടെ മോളാണോ? അതേ കുട്ടി, എന്താ സംശയം? എൻ്റെ കൂടെ 52 പേരുണ്ടായിരുന്നു. രോഗം വന്നും പ്രായം വന്നും കുറേ പേര് മരിച്ചുപോയി. ഇപ്പോൾ 36 പേരാ ഉള്ളത്. അവരെല്ലാം എൻ്റെ മക്കൾ തന്നെയാണ്. ആ അമ്മച്ചി, ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കരയുന്ന കണ്ടു. അതിനെന്തോ സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് പ്രജിതാമ്മ അങ്ങോട്ടേക്ക് അലീനയുടെ അടുത്തേക്ക് പോകാൻ എഴുന്നേൽക്കുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. ഡോക്ടർ വന്നിട്ട് പ്രജിതാമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, പ്രജിതാമ്മയുടെ ഹിസ്റ്ററി ഞാൻ ഇപ്പോൾ ഒരു നേഴ്സ് പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രജിതാമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും താങ്ങാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ രോഗവിവരം എല്ലാം പ്രജിതാമ്മയടുത്ത് ഡോക്ടർ പറയുകയാണ് കേട്ടോ. കരൾ രോഗമാണെന്നുള്ളതും 80% അത് കരളിനെ ബാധിച്ചു എന്നും ഇനി അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് കരൾ മാറ്റൽ ശസ്ത്രക്രിയ മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു ഡോണറിനെ കണ്ടുപിടിച്ച് 2 മാസത്തിനുള്ളിൽ സർജറി നടത്തണമെന്നുണ്ടും ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രജിതാമ്മ ചോദിക്കുന്നുണ്ട്, എത്ര രൂപയാവും സർജറിക്ക്? അത് 30-35 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമെന്ന് പറയുന്നുണ്ട്. എത്രയാണ് അതിൻ്റെ സക്സസ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, അതിന് നമുക്ക് ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റില്ല. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു, മെഡിസിനൊക്കെ എടുത്ത് കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും അത് വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പ്രജിതാമ്മ ഭയങ്കര ശാന്തമായിട്ട് തന്നെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ കുറേ മെഡിസിനൊക്കെ എഴുതി കൊടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് അലീനയും പ്രജിതാമ്മയും കൂടി നേരെ സ്നേഹതീരത്തേക്ക് വരികയാണ്. പ്രജിതാമ്മയെ കാത്തിട്ട് അവിടെ എല്ലാ അന്തേവാസികളും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ പ്രജിതാമ്മ പറയുന്നുണ്ട്, എല്ലാവരും എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് തന്നെ, എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാന്നേ, നിങ്ങൾ ആരും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലായ ബില്ലും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാത്തിനും കൂടി 12,000-ന് മുകളിലായി ഒരു ദിവസം കൊണ്ട് തന്നെ. എന്താ മോളെ ഇത്, 12,300 രൂപ നമ്മൾ ആ ഹോസ്പിറ്റലുകാർക്ക് കൊണ്ടുപോയി കൊടുത്തില്ലേ? പിന്നെ അസുഖം വന്നാൽ ചികിത്സിക്കണ്ടേ പ്രജിതാമ്മയെന്ന് അലീന പറയുന്നുണ്ട്. ഒരാഴ്ച ഇവിടുത്തെ ആൾക്കാർക്ക് ആഹാരം കഴിക്കാനുള്ളതാണ് നമ്മളിപ്പോൾ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തത്. പലചരക്ക് കടയിലും മെഡിസിൻ വാങ്ങുന്നിടത്തും ഒക്കെ നമുക്ക് എത്ര പൈസയാണ് കൊടുക്കാനുള്ളതെന്ന് അറിയാമോ? ഹോസ്പിറ്റലിൽ ഇത്രയും ചെക്കപ്പ് നടത്തിയിട്ട് എന്താ കാര്യം? ഞാൻ ചത്തുപോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അപ്പോൾ പ്രജിതാമ്മ പറയുന്നുണ്ട്, നിങ്ങളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല കുട്ടികളെ. 10,000 രൂപ പോലും തികച്ചെടുക്കാൻ കഴിയാത്ത നമ്മളെങ്ങനെയാണ് 35 ലക്ഷം രൂപ കൊടുത്തിട്ട് സർജറി ചെയ്യുന്നത്? അതൊന്നും പ്രജിതാമ്മ ആലോചിക്കേണ്ട. ഞങ്ങൾ വീടുകൾ തോറും തെണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും പ്രജിതാമ്മയുടെ ഓപ്പറേഷൻ ഞങ്ങൾ നടത്തും. അതൊന്നും വേണ്ട കുട്ടികളെ, എനിക്കൊരു കുഴപ്പവുമില്ല. എൻ്റെ രോഗത്തിൻ്റെ കാര്യം നിങ്ങൾ വിട്ടേക്ക്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവിടെ അവരിങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആട്ടോ കാണിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രജിതാമ്മയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അലീനയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. കാരണം നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അവരോടെപ്പോഴും നമ്മൾ അതിന് നന്ദിയുള്ളവരായിരിക്കണം. നമ്മളൊന്നും കൊണ്ടല്ല ഈ ഭൂമിയിലേക്ക് വരുന്നത്, തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളൊന്നും തിരിച്ചു കൊണ്ട് പോകുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മൾ ഉൾപ്പെടെ 36 പേരാണ് ഇപ്പോൾ ഈ സ്നേഹതീരത്തുള്ളത്. 10,000 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത നമുക്ക് ഇനി ഈ സ്ഥാപനം മുന്നോട്ടേക്ക് നടത്തിക്കൊണ്ടു പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ 35 പേരെ നമുക്ക് ഇവിടുന്ന് മാറ്റണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന അലീനേനെയൊക്കെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.